ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസാണ്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷന് സം കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. നമ്മൾ സിമിലറായിട്ട് ഇപ്പോൾ 6+666+666 അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നോക്കി നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ 6നൊക്കെ എല്ലാത്തിലും 6 ഉണ്ടെന്ന് അറിയാമല്ലോ, പുറത്തേക്ക് എടുക്കാം. 6 പുറത്തേക്ക് എടുത്തു. ഇനി ഓരോ ടേം എങ്ങനെ പറയാം? 0.6 എന്നുള്ളത് 0.1 ആവും, അടുത്ത 0.11 ആവും, 0.111 ആവും. ഓക്കെ, അങ്ങനത്തെ n ടേംസ്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നതിനൊക്കെ ഫ്രാക്ഷനാക്കി എഴുതാൻ പോവുക. 0.1 പകരം ഞാൻ 1/10 എന്ന് എഴുതുന്നു. ഇതിനെ ഞാൻ 11/100 എന്ന് എഴുതുന്നു. അടുത്തത് 111/1000 എന്ന് എഴുതണം. ഡെസിമലിൻ്റെ പ്ലേസ് അനുസരിച്ച് നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, n ടേംസ്. ഓക്കെ, നമ്മൾ മറ്റേ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റിന് നമ്മൾ ചെയ്തിരുന്നത് 9 ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 9 അല്ല, ബൈ 9 ആണ് എടുക്കുക. ഓക്കെ, അതായത് ന്യൂമറേറ്ററിൽ 9 കൊണ്ടുവരാം. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താവും? ഇവിടെ 9 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഇത് 9/10 ആവും, അത് 99/100 ആവും. ഓക്കെ, അതായത് ബൈ 9 ഉള്ളതുകൊണ്ട് എല്ലാവരും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് 999/1000 ആവും. അങ്ങനെ n ടേംസ് ഉണ്ടാവും. ഈ n ടേംസ് എന്ന് എഴുതാനുള്ള വല്ലാത്ത ചടങ്ങാണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും 6/9 പുറത്തുണ്ട്. ഇനി മാറ്റി എഴുതാനാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ടാസ്ക് എന്ന് പറയാനില്ല, നമുക്ക് അറിയാവുന്ന പരിപാടി തന്നെയാണ്. 9 നമുക്ക് 10-1 എന്ന് എഴുതാം. 99 100-1 എന്ന് എഴുതാം. 999 1000-1 എന്ന് എഴുതാം. അങ്ങനത്തെ n ടേംസ്. ഓക്കെ, അപ്പോൾ 6/9 പുറത്തുണ്ട്. ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഇതിനെ 2 ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ 10/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 - 1/10 ആവും. അതുപോലെ ഇതും 2 കഷ്ണമാക്കാം. അപ്പോൾ അതും 1 - 1/100 ആവും. അടുത്തതും 2 കഷ്ണമാക്കിയ 1 - 1/1000 ആവും. അങ്ങനെ n ടേംസ്. ഓക്കെ, ഇനി 6/9 പുറത്തുതന്നെ എഴുതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ 1 ഒക്കെ എല്ലാത്തിലും 1 ഉണ്ടല്ലോ, മറ്റേ ചെയ്യുന്ന പോലെ തന്നെ 1 ഒക്കെ നമുക്ക് ആദ്യം എഴുതാം. 1 + 1 + 1 + അങ്ങനെ എത്ര ഉണ്ടാവും? അത് n തവണ ഉണ്ടാവും, n ടേംസ്. ശരി, ഇനി ബാക്കിയുള്ളത് എന്താ? -1/10 അല്ലേ? -1/10 ഉണ്ടാവും, -1/100 ഉണ്ടാവും, -1/1000 ഉണ്ടാവും. അങ്ങനെ അത് എല്ലാം മൈനസ് ആയിരിക്കും. അങ്ങനത്തെ n ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി 6/9 പുറത്ത് തന്നെ ഉള്ളതാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ n ടേംസിന് ഒരു സെക്ഷൻ ആക്കിയിട്ടുണ്ട്, ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇതിനെ ഒരു സെക്ഷനാക്കി. എല്ലാത്തിലും മൈനസ് ഉണ്ടല്ലോ, മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിനെ വേറെ സെക്ഷനാക്കി മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താവും? നമുക്ക് പ്ലസ് ആക്കി മാറ്റാം. ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി 6/9 എഴുതി. ഇത് എത്ര n ടേംസ് ഉണ്ട്? അപ്പോൾ 1n തവണ ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആയി മാറും അല്ലേ? മൈനസ് ഇത് നോക്കി നോക്കൂ. ഇത് സത്യം പറഞ്ഞാൽ ഇനി ഒരു GP ആയിട്ടുണ്ട്, ജോമെട്രി പ്രോഗ്രഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം എന്താ? 1/10 ആണ്. കോമൺ റേഷ്യോയും 1/10 ആണ്. നോക്കി നോക്കൂ, ഇതിനെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെയും 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ അതിൻ്റെ SN കാണാമല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു ജോമെട്രി പ്രോഗ്രഷനാണ്, അതിൻ്റെ ജോമെട്രി സീരീസാണ്. അതിൻ്റെ SN കാണാനുള്ള സം ടു n ടേംസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. a × 1 - r⁻n / 1 - r. അതിൽ r <1 ആയതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. a എന്ന് പറഞ്ഞാൽ 1/10, 1 - r⁻n എന്ന് പറഞ്ഞാൽ 1/10 raised-n / 1 - r എന്ന് പറഞ്ഞാൽ 1 - 1/10. ഓക്കെ, ഇനി ഒന്നും കൂടെ നന്നാക്കി എഴുതാം. 1/10 പുറത്ത് നിന്നോട്ടെ. 1 - 1/10 raised-n ബ്രാക്കറ്റിനകത്ത് തന്നെ. താഴത്തെ 1 - 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 ആവും. ഓക്കെ, ഈ മുകളിലത്തെ 1/10 താഴത്തെ 10 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഈ 9 നമുക്ക് മുകളിലേക്ക് എഴുതുകയൊക്കെ ചെയ്യാം. എന്തായാലും ഇവിടെ ചെയ്യാം. ഓക്കെ, ഇത് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം. 1/10 × 1 - 1/10 raised-n all divided by 9/10.
അല്ലേ? മൊത്തത്തിൽ ബ്രാക്കറ്റ് കൊടുക്കും, കാരണം 6/9 പുറത്തുണ്ട്. 6/9 ഇൻറ്റു n മൈനസ് ഈ ബൈ 10 ഇതും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു 1/9 ഉണ്ടാവും. 1/9 ഇൻറ്റു 1 മൈനസ് 1/10 ഹോൾ റൈസ് ടു n. അങ്ങനെ എഴുതിയാൽ മതി. ഇനി നിർബന്ധമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ 6/9 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.